അല്ല ഈ ഇങ്ങനെയൊക്കെയുള്ള ചില ഈ കുട്ടിക്കാല അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് പ്രണയമൊക്കെ ബിന്ദു മാറ്റി വെച്ചെന്ന് പറഞ്ഞു. അങ്ങനെ ആ വഴിക്കൊന്നും പോവാതെ പ്രണയം മാറ്റി ചേച്ചിക്ക് വെച്ചിട്ടൊന്നുമില്ല. സന്തോഷിക്കാൻ കേട്ടോ. നേരായ വഴിക്ക് പോയി എന്ന് പറഞ്ഞു അല്ലേ? ഇല്ല, പ്രണയം ഒന്നും മാറ്റി വെച്ചിട്ടില്ല. മാറ്റി വെച്ചില്ലല്ലോ. പക്ഷേ പ്രണയങ്ങളിൽ ഇതേപോലെ ജാതീയ അധിക്ഷേപങ്ങൾ പരിപാടികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതും കടുത്ത അനുഭവമാണോ? കടുത്ത അനുഭവമാണോന്ന് പറയാൻ പറ്റുന്നതാണെങ്കിലും പറയാ. പറയാൻ പറ്റുന്നതാണ്. എന്റെ ഒരു റിലേഷൻഷിപ്പിലുള്ള ഒരാളുടെ ആൾക്ക് എന്നെ കണ്ടപ്പോ കുഴപ്പമൊന്നുമില്ലായിരുന്നു, എന്റെ ഫാമിലിക്കാണെങ്കിലും. പക്ഷെ നമ്മളെ ജാതിയാണല്ലോ പ്രശ്നം. നമ്മൾ ഇവര് പറയുന്ന രീതിയിൽ പറയപ്പെടുന്ന രീതിയിലുള്ള ഒരു ദളിത് രൂപം വരെ മനസ്സിലുണ്ടല്ലോ. അപ്പൊ ജാതി അറിഞ്ഞതിന് ശേഷം ഇത്തരത്തില് എന്താണ് നീ ആ ജാതിയിലുള്ള ആ എസ്സിനെ കല്യാണം കഴിക്കുന്നേക്കാൾ നല്ലത് നീ വല്ല ട്രാക്കിങ് പോയി ചാടണമെന്ന് അയാളോട് പറഞ്ഞതായിട്ട് അയാൾ ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര ഇതായിട്ടുണ്ട്. പിന്നെ അതേപോലെ അദ്ദേഹത്തിന്റെ തന്നെ കസിനൊക്കെ ഇതേപോലെ പറഞ്ഞ പ്രേമിക്കുന്നോണ്ടൊന്നും കുഴപ്പമില്ല, പക്ഷെ ഒരിക്കലും എസ്സികളെ പ്രേമിക്കരുത്, എസ്സികൾക്ക് വൃത്തിയില്ല എന്ന സാധനമൊക്കെ. അപ്പൊ ഇവരൊക്കെ PG ഹോൾഡേഴ്സ് ഒക്കെ ആയിട്ടുള്ള വിദ്യാഭ്യാസമുള്ള ആൾക്കാരൊക്കെ പറഞ്ഞത് എംപ്ലോയിഡ് ആയിട്ടുള്ള ലൈഫിൽ ഭയങ്കര പ്രിവിലേജ്ഡ് ആയി നിൽക്കുന്ന സ്പേസിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ അടുത്ത് എനിക്ക് അത്ര ഒരു ഇതുണ്ടായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇങ്ങനെ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്, പ്രണയത്തിലും ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ഒരിക്കലും വേറൊരാൾ എന്നോട് പ്രണയം തകർന്നു പോയോ? ആ പ്രണയം തകർന്നു പോയി. ഇതുകൊണ്ട് ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്? അല്ല, വേറെ പ്രശ്നങ്ങൾ. കാരണം അദ്ദേഹം അങ്ങനെ അത്തരത്തില് ജാതീയ ചിന്തകൾ വെച്ച് വളർത്തുന്ന ആളൊന്നായിരുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് വീട്ടിൽ നിന്ന് ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എന്നോട് പറഞ്ഞപ്പോ എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട്. പിന്നെ പരീക്ഷ ഇല്ല, പിന്നെ പരീക്ഷിച്ചിട്ടൊക്കെ എത്താനുള്ള പരിപാടികളൊക്കെ നമുക്ക് നോക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. യാത്ര തുടരുക. അപ്പൊ കുട്ടിയായിട്ട് എന്തോ ചോദിക്കാൻ വന്നു. ബിന്ദു PP, താങ്കൾ പോസ്റ്റ് ഗ്രാജുവേഷന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബിന്ദുവും താങ്കളുടെ സ്നേഹിത അസ്നയും ചേർന്ന് ഒരു ബർത്ത്ഡേ ഫംഗ്ഷന് നിങ്ങളുടെ ഹോസ്റ്റലിലെ ഒരു മുറി പെയിന്റ് അടിച്ചിരുന്നു. അത് എന്തിനു വേണ്ടിയായിരുന്നു? ഈ കുട്ടിയായിട്ട് ഇതൊക്കെ എങ്ങനെയാണോ? നിങ്ങൾ രണ്ടുപേരാണോ പെയിന്റ് അടിച്ചത്? ഞങ്ങൾ രണ്ടുപേരല്ല, ഒത്തിരി പേരുണ്ടായിരുന്നു കൂടെ. ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു. ആരുടെ? ബിന്ദുടെയും വേറൊരാളുടെയും. അതിന് ഹോസ്റ്റൽ മൊത്തം പെയിന്റ് അടിച്ചോ? ഹോസ്റ്റലിൽ ഒരു റൂം പെയിന്റ് അടിക്കേണ്ട വന്നു. ഓക്കെ, എന്തായിരുന്നു അതിന്റെ ആവശ്യം? ഹോസ്റ്റൽ റൂമിൽ കയറി പെയിന്റ് അടിച്ചാൽ വാട്ടർ പിടിക്കില്ലേ? അത് ഈ രഹസ്യ കുട്ടിയേട്ടന് മാത്രമേ അറിയത്തുള്ളൂ, എങ്ങനെ കിട്ടിയെന്ന് അറിയത്തില്ല കേട്ടോ. ഞാൻ എന്റെ കൈ ഒടിഞ്ഞിരിക്കുന്ന സമയത്തായിരുന്നു അത്. കൈ എങ്ങനെ ഒടിച്ചു? കൈ ഒടിഞ്ഞത് ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുമ്പോ മറ്റൊരു ശ്രീകൃഷ്ണ ജയന്തി ദിവസം ഭയങ്കര വണ്ടി ഇങ്ങനെ സ്ലോളി പോയിരുന്നു. അപ്പൊ ഒരു ഗട്ടറിൽ ചാടിയപ്പോ ഞാൻ ഇങ്ങനെ മുകളിലേക്ക് പോയി, എന്റെ കൈ മുകളിൽ തട്ടി, അങ്ങനെ കൈ ഒടിഞ്ഞായിരുന്നു. അപ്പൊ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ ഇപ്പൊ ഭയങ്കര ആഘോഷമൊക്കെ ആയിട്ട് കാണുന്ന സാധനങ്ങൾ ഞങ്ങൾ പണ്ട് മുതലേ. ഇവിടെ ഒരു മത്സരാർത്ഥി വന്നു, അത് നമ്മുടെ ആ മത്സരാർത്ഥിയെ കുറിച്ച് മിക്കവാറും 3-4 ദിവസം കൂടുമ്പോ ഞാൻ ആലോചിക്കാറുണ്ട്. ഒരു ബസ്സിൽ പോകുമ്പോഴേ ഒരാള് ബസ്സിന്റെ കമ്പിയില്ലേ, ആ കമ്പിയിൽ തല വെച്ച് ഉറങ്ങുകയായിരുന്നു. അപ്പോൾ ഒരു വണ്ടി വന്ന് ഇടിക്കാതിരിക്കാൻ വേണ്ടി അയാളുടെ തല ഇങ്ങനെ എടുത്തു മാറ്റുമ്പോൾ ആ വണ്ടി ഒന്ന് അവരുടെ കയ്യിലടിച്ച് കൈ ഏറ്റുപോയി. അപ്പോൾ പാലക്കാട്ടെ ഇപ്പം ഒരു ഛത്തീസ്ഗഡുകാരിയാണ്. അപ്പോൾ ആരാൽ അവരുടെ കൈ പോയോ അയാൾ പിന്നീട് അവരെ കല്യാണം കഴിച്ചു. ആ മനുഷ്യനെ ഈയിടയ്ക്ക് ഞാൻ എയർപോർട്ടിലെ ഉദ്യോഗസ്ഥനാണ്, അവിടെ എയർപോർട്ടിൽ വെച്ച് കണ്ടു. അപ്പോൾ ഒരുപക്ഷെ ആ എപ്പിസോഡ് കണ്ട ആർക്കും ആ സംഭവം മറക്കാൻ പറ്റത്തില്ല, കാരണം ആരും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. അപ്പൊ താനും ഇത് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ച് കൈ ഒടിഞ്ഞെന്ന് പറഞ്ഞപ്പോഴേ അതേപോലെ എന്തോ ഇവിടെ വരുന്നവർക്കല്ല ഇതാണോ പ്രശ്നം എന്ന് ചോദിക്കാൻ തുടങ്ങുക. ഇനി നമ്മളെ പെയിന്റ് അടിയില്ല, അപ്പൊ കൈ ഒടിഞ്ഞിരിക്കുവാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ബർത്ത്ഡേ ആവുമ്പോ അങ്ങനെ വലിയ രീതിയിൽ സെലിബ്രേഷൻ ഉണ്ടാവത്തില്ല, കാരണം ഇവര് കളർ കലക്കി വെള്ളം മേലൊഴിക്കുക, മുട്ട എടുത്തെറിയുക, ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് കൈ ഒടിഞ്ഞല്ലേ ചെറിയൊരു കൺസിഡറേഷൻ കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷെ എന്റെ കൂടെ വേറൊരു ബർത്ത്ഡേ ട്യൂനും കൂടെ ഉണ്ടായിരുന്നു, ഒരു പെൺകുട്ടി. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ബർത്ത്ഡേ കേക്ക് മുറിച്ച് കഴിഞ്ഞതിന് ശേഷം ഇവരുടെ കലാപരിപാടികൾ തുടങ്ങി. പിന്നെ കയ്യിൽ കുറച്ച് വെള്ളം വന്നപ്പോൾ ഇവർ മനസ്സിലായി, കാരണം വെട്ടാറായിട്ടുണ്ടായിരുന്നു, ഒരാഴ്ച കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈ വെട്ടാൻ പറ്റും. അപ്പൊ ഇവർ വിചാരിച്ചു ഇനിയിപ്പോൾ കൺസിഡറേഷൻ ഒന്നും കൊടുക്കണമെന്ന് വിചാരിച്ച് വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിയും പരിപാടിയൊക്കെ ആയിരുന്നു. അങ്ങനെ ഹോസ്റ്റലിൽ ഓടിയിട്ട് ഹോസ്റ്റലിൽ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു റൂം ഉണ്ടായിരുന്നു, ആ റൂമിലേക്ക് കയറി. ആ റൂമാണെങ്കിൽ പുതിയ പണിഞ്ഞു വെക്കുക, പുതിയ പെയിന്റ് ഒക്കെ ചെയ്തേക്കും. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മൾ വെള്ളം ഒഴിച്ച് അതും ഇതൊക്കെ കളർ വെള്ളമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് ഒഴിച്ചിട്ട് ആ റൂം ആകെ വൃത്തികേടായി. പിന്നെ ഞങ്ങൾക്ക് ആകെ പേടിയായി, കാരണം വാടക ഇച്ചിരി സ്ട്രിക്റ്റ് ആണ്, നല്ല രീതിയിൽ വഴക്ക് കേൾക്കും. അങ്ങനെ എന്നിട്ട് ഞങ്ങൾ അവിടെ തന്നെയുള്ള പെയിന്റ് പാട്ടയിൽ കുറച്ച് പെയിന്റ് ഒക്കെ താഴെ ഇരിക്കുന്നുണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് ഞങ്ങൾ ആദ്യമായിട്ട് അവസാനമായിട്ട് ആ പെയിന്റ് അടിച്ചു. ആ രഹസ്യം ഇപ്പോഴാണ് പുറത്തറിയുന്നത്. ഡ്രസ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? റോയിട്ടർ അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഡ്രസ്സുമായിട്ട് എന്ന് പറഞ്ഞാൽ അതൊക്കെ ഇവരൊക്കെ പറയുമ്പോഴാണ് അറിയുന്നത്. ഇയാളൊക്കെ എന്റെ ജീവിതത്തില് 10-12 വർഷമായി എന്റെ കൂടെ ഉണ്ട്. നമ്മുടെ ജീവിതത്തിലെല്ലാം ഞങ്ങള് 2013-14 കാലഘട്ടത്തിലാണ് ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നത്. അപ്പൊ പുള്ളിക്കാരി വേറെ സ്ട്രീമാണ്, കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. പക്ഷെ MCG ആയിട്ടുള്ള ഞാനുമായിട്ടായിരുന്നു കൂടുതൽ കൂട്ട്. ഞങ്ങളൊരു ഗ്യാങ് ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ ഒരു റൂമിൽ ഒരു ഫാമിലി പോലെ തന്നെയാണ് ജീവിക്കുന്നത്, ഇപ്പോഴും ഒരു ഫാമിലി പോലെയാണ്. അപ്പൊ പുള്ളിക്കാരിയൊക്കെ ഇപ്പൊ പറയും, നമ്മുടെ കൂടെ അന്ന് ഉണ്ടായിരുന്ന കുട്ടികളൊക്കെ നല്ല ഡ്രസ്സൊക്കെ കാണുമ്പോഴേ അവരൊക്കെ പറയുന്ന ബിന്ദു കാണണ്ട, അത് കൊടുത്തോണ്ട്
ബിന്ദു എടുത്ത് ചോദിക്കും ഇടാൻ വേണ്ടി ചോദിക്കും എന്നുള്ളതൊക്കെ. അപ്പൊ അതൊക്കെ പിന്നീട് കേൾക്കുമ്പോ നമുക്ക് ഇപ്പൊ തമാശയാണ്, പക്ഷെ അന്ന് അതൊക്കെ ഇങ്ങനെ ഇവളിങ്ങനെ പറയുമ്പോഴൊക്കെ നമുക്കൊരു വിഷമം തോന്നാറുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു എന്ന് അവരാണ് പറഞ്ഞത്. ഡയറക്റ്റ് പറയൂടോ സാറിന് ഈ കാര്യമായിട്ട് ഹോസ്റ്റലൊക്കെ അങ്ങനെയൊക്കെ പറയുമോ? ഉണ്ടായിരുന്നു സാർ. അതല്ലേ